അപ്പം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് കോഴിക്കോട് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലേറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറയുന്നത് ആരെ കുത്തിയാലും എണീക്കാത്ത നമ്മുടെ കാശിക്കുട്ടനാണ് കേട്ടോ ഇന്ന് ഞങ്ങളെക്കാട്ടിലും മുമ്പേ ഇറങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ആക്ച്വലി 11 മണിക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് കോഴിക്കോട് ബീച്ചിൽ കയറിയിട്ടാണ് കേട്ടോ ഇന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളത്. കാശിക്കുട്ടൻ എന്തിനാണ് ഇത്ര നേരത്തെ ഒരുങ്ങി റെഡി ആയെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ബീച്ചിൽ വരാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നല്ല തിരക്കും വെയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം കടലിന്റെ സൈഡിലോട്ട് പോയില്ല കേട്ടോ. അങ്ങനെ അതിന്റെ പേരിൽ കാശിക്കുട്ടന്റെ കുഞ്ഞു പരാതിയും പരിഭവങ്ങളും ഒക്കെ കേട്ടിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചുരം കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അന്യായ തിരക്കായതുകൊണ്ട് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞാണ് കേട്ടോ നമ്മൾ ചുരം കയറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ മങ്കീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ അതൊക്കെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിൽ നിൽക്കായിരുന്നു. അങ്ങനെ കുറച്ച് അധികം നേരത്തെ ട്രാഫിക് ട്രബിൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നാണ് ഗൈസ് അടുത്ത ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത്. റൂം അന്വേഷിച്ച് നടക്കൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വയനാട് എത്തി. ഞങ്ങൾക്ക് ഈവനിങ് 8 മണി, അതായത് നൈറ്റ് 8 മണിക്കാണ് കേട്ടോ റൂം സെറ്റായത്. അതും ഭയങ്കരമായിട്ട് നമ്മൾ അന്വേഷിച്ച് ഏറ്റവും ഫൈനലായിട്ടാണ് കേട്ടോ നമുക്ക് റൂം സെറ്റായത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സീസൺ ടൈമിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സീസൺ ടൈമിലൊക്കെ ചാടി ഇറങ്ങുന്നവർ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ തിരിഞ്ഞൊക്കെ നടക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കാശിക്കുട്ടനെ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പൂളാണ് കേട്ടോ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ കാശിക്കുട്ടൻ്റെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. ആക്ച്വലി ഈ റൂമൊക്കെ അന്വേഷിച്ച് നടന്നതിന്റെ തിരക്കിൽ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് കേട്ടോ റിസോർട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.